ഗുഡ് ഈവനിങ് ഗൈസ്. ഇന്ന് നമ്മൾ ഈവനിങ് റൊട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഒരു 1.5 മാസത്തിന് ശേഷം വീണ്ടും ജിമ്മിലോട്ട് പോവുകയാണ്. അപ്പൊ 1.5 മാസമായിട്ട് നമുക്ക് ജിമ്മും വർക്കൗട്ടും ഒന്നുമില്ല. അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അങ്ങനെ മടിച്ച് നമ്മൾ സാധാരണ രാവിലെയാണ് പോകുന്നത്. രാവിലെ എഴുന്നേറ്റ് പോകാൻ കഴിയാനിട്ട് ഒരു ദിവസം ഒന്ന് വൈകുന്നേരം മുതൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് രാവിലെ ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് മുതൽ ജിമ്മിന് പോകാൻ ഉദ്ദേശിച്ചിരിക്കും. അപ്പം ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാണാം. അവിടെ ഉള്ളവർ നമ്മുടെ അടുത്ത് പിടിയുമായിരിക്കും. നോക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ജിമ്മിൽ പോയാലോ? കമോൺ. ഇതാണ്ട് ഒരാൾ ജിമ്മിൽ പോകാൻ റെഡി ആയിരിക്കുന്നു. 1.5 മാസം കൊണ്ട് നല്ല ശരീരമൊക്കെ നല്ല തടിച്ച് കൊഴുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതെല്ലാം ഉരുട്ടി കളയാനുള്ളതാണ്. അവിടെ ഉള്ള ഒരു വെയിറ്റിംഗ് ആണ് ഇയാളെ ഒന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടി. എന്തായാലും നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കം ഓൺ ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ ജിമ്മിന് പോകാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് മുതൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മൾ അടിപൊളിയാക്കും എന്നും പറഞ്ഞാണ് പോണത്. നോക്കാം. എന്തായാലും ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണാം. ഗൈസ്, നമുക്ക് ചായക്കടയൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നു. നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പോകില്ല. നേരെ രണ്ട് ജിമ്മിലേക്ക് തന്നെയാണ് പോകുന്നത്. പെരുന്നാളിന് അപ്പൊ ഇന്ന് മുതൽ പിഴിയുന്ന അത് ഇത്രയും തീവ്രമായിട്ട് ഷൂസ് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഷൂസിനെ ഒന്നും കാണാനില്ല. ഷൂസൊക്കെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. വരൂല എന്ന് വിചാരിച്ചു. അപ്പൊ പുതിയ ഷൂസ് ഇനി വാങ്ങിച്ചാലേ നമ്മൾ ഇനി വരുള്ളൂ. അപ്പൊ പോയിട്ട് പുതിയ ഷൂസ് വാങ്ങിച്ചിട്ട് നാളെ വന്നാൽ മതിയാ. അല്ല, പെറ്റിട്ടപ്പോ ഇരട്ടയായി. പക്ഷെ പരട്ടയായിട്ടാണ് ജീവിക്കണം. എന്തൊക്കെ പരിപാടിയാണ് ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ടേ വിടുള്ളൂ. അല്ല, ഷൂസ് ഇല്ലാതെ. അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് ജിമ്മിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഷൂസ് ഇല്ല എന്ന് ഇത് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് നമ്മൾ ജിമ്മിൽ നിന്ന് ഒഴിയാൻ നോക്കി. പക്ഷേ വിട്ടില്ല. നാളെ വരാമെന്നൊക്കെ പറഞ്ഞു നോക്കി. ഷൂസ് നമ്മൾ 1.5 മാസമായിട്ട് ഇവിടെ വരാത്തതുകൊണ്ട് അവരെടുത്ത് പുറത്തെറിഞ്ഞിരിക്കുകയാണ്. മഴയൊക്കെ നനഞ്ഞ് കുളമായി ഷൂസ് അവിടെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് വിചാരിച്ചു, ഇന്ന് ആദ്യം ഗ്രൗണ്ട് എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്രൗണ്ട് എക്സസൈസിലേക്ക് കുതിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നോക്കാം. ആദ്യം നമ്മൾ ഗ്രൗണ്ട് എക്സസൈസിലേക്ക് തുടങ്ങാം. എൻ്റെ ഗുരു വേറെ ആരുമല്ല, രാജേഷ് തന്നെയാണ് എൻ്റെ ഗുരു. അപ്പോൾ ഗുരുവിനോട് ചോദിച്ചു, ഞാൻ എന്തൊക്കെ ഗുരു പറയുന്നു, ഞാൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്ന് ഫുൾ ബോഡി വർക്കൗട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത ആഴ്ച കാണും വരെ വണക്കം. ഡയറ്റ് എടുത്ത്, പക്ഷെ ഡയറ്റ് എടുക്കുന്നില്ല. അതാണ് പ്രശ്നം. 2 ദിവസം ഡയറ്റ് എടുത്ത് പഴമുട്ട കഴിച്ചു. അത് ആഹാരമല്ലേ അല്ലേ? പഴമുട്ട ആഹാരമല്ല, അത് വെറും അങ്ങനെ നമ്മൾ സന്തോഷകരമായി ജിമ്മിൽ നിന്ന് ഇറങ്ങി
നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നമ്മളെ ഇൻഫോസിസിൻ്റെയൊക്കെ വ്യൂ ആണ്, ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ് ഇൻഫോസിസൊക്കെ. ചായക്കടയൊക്കെ മാടി മാടി വിളിക്കുന്നു, നമ്മൾ അങ്ങോട്ടൊന്നും നോക്കും. അങ്ങനെ റിച്ചുവിനെ വിളിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ കിച്ചൻ്റെ അവിടെ സിങ്കിൽ മൊത്തം പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കഴുകാനായിട്ട്, ഒന്നും കഴുകിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പം തന്നെ എല്ലാം ഞാൻ ശരിയാക്കി, എല്ലാം വൃത്തിയാക്കി, സിങ്കൊക്കെ ക്ലീൻ ചെയ്ത്. ഓ, മനസ്സിന് എന്താ ഒരു സന്തോഷം. ഹൗ. നമ്മുടെ നൈറ്റ് ഫുഡ് വന്നിട്ട് കപ്പയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കപ്പയും മത്തിക്കറിയും. എങ്ങനെയുണ്ട് ഗൈസ്? ഓക്കെ, ഇന്ന് നൈറ്റ് ഫുഡ് കപ്പയാണ്, കപ്പ മീൻകറി. അപ്പൊ എല്ലാരും ജിമ്മിൽ നിന്ന് കുളി നനയൊന്നും നടന്നിട്ടില്ല, പോയി അതുകൊണ്ടാ അത്രയ്ക്ക് വർക്കൗട്ട് ചെയ്തോണ്ടായിരിക്കും. കുറെ നാളായില്ലേ ഡയറ്റ് വിട്ടു, ശരീരം അനക്കമില്ലല്ലോ, അതുകൊണ്ട്. അപ്പൊ ഇന്ന് നല്ല കപ്പയും കണ്ടിട്ടാണ് വായിൽ വെള്ളം വരാ. അയ്യോ, പക്ഷെ ഞാൻ കഴിക്കുന്നില്ല കേട്ടോ ഗൈസ്, ഞാൻ ഡയറ്റ് എടുക്കാന്ന് വിചാരിച്ചിരിക്കും. ഞാനും ഡയറ്റ് ആണ് ഗൈസ്, ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, ഇന്ന് രാവിലെ കഴിച്ച തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പാണ് കഴിക്കുന്നത്. എല്ലാരും രാവിലെയാണ് കഴിച്ചു. റിച്ചു അങ്ങനെ കപ്പയും മീനുമാണ് ഇന്ന് കഴിക്കുന്നത്. റിച്ചുവിൻ്റെ ഫേവറേറ്റ് ആണ് അല്ലേ കപ്പയും മീനും. അപ്പോൾ ഇന്നത്തെ ഈവനിങ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഈവനിങ്ങിലെ ജിമ്മും ഫുഡടിയും എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി ഉറങ്ങാൻ പോകുന്നു ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ, സീ യു. സന്ധിക്കും വരെ വണക്കം, ബൈ.